മാനേജറുടെ പ്രതികരണം നമുക്ക് കിട്ടേണ്ടതുണ്ട് സിനോജ്. മാനേജറുടെ പ്രതികരണം കിട്ടേണ്ടതുണ്ട്. പലർക്കും പണം അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകി എന്നുള്ള മാനേജറുടെ വാക്ക് തെറ്റാണ്. അദ്ദേഹത്തിന്റെ വാദം തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങൾ ആ ബാങ്കിന് പുറത്തു തന്നെയുണ്ട്. ഓഫീസ് തുറക്കാനായിട്ടാണ് സ്മൃതി, ബാങ്ക് അധികൃതർ അകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് ഇവരെന്താ പറയുന്നത്? അതായത് നമ്മളിപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നത് വെച്ചാൽ അവർ ഇന്നലെ തന്നെ മുഴുവൻ പൈസയും തിരിച്ചടച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ തന്നെ മുഴുവൻ പൈസയും തിരിച്ചടച്ചു. പക്ഷേ ഇന്ന് രാവിലെ ഞങ്ങളവിടെ ക്രോസ് ചെക്ക് ചെയ്തതിൻ്റെ ഭാഗമായി രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് പിടിച്ച പൈസ തിരിച്ചടച്ചില്ല. ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ രാജേഷ് ഞങ്ങളോട് വിളിച്ചു വരുത്തി ഡിവൈഎഫ്ഐയുടെ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ പൈസ തിരിച്ചു കയറിയിട്ടില്ല. രണ്ടാമത്തെ വിഷയം, ഗോൾഡ് ലോൺ ഇതിൻ്റെ ഇടയിൽ പുതുക്കിയിട്ടുണ്ട്. ദുരന്തബാധിതരായിട്ടുള്ള ഗോൾഡ് ലോൺ പുതുക്കണമെങ്കിൽ ഒന്നെങ്കിൽ പലിശ അടക്കണം, അല്ലെങ്കിൽ പലിശ ഉൾപ്പെടെയുള്ള പൈസ മുതലിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പം ഒരു കാരണവശാലും ഇതിനകത്ത് നിന്ന് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളിൽ നിന്ന് 1 രൂപയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ബാങ്ക് അധികൃതർ പോവാണ്. ഓരോ സംഘടന പ്രതിനിധികളകത്ത് പോവാണ്. എത്ര പേരെ കയറുന്നത്? ഓരോ സംഘടന ഓരോ ആളുകൾ അവിടാണ് കയറുന്നത്. അവർ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് അവർ തിരിച്ചയച്ചു എന്ന് ഉറപ്പുവരുത്തി അത് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും ഇവർക്ക് കയറിയിട്ടുണ്ടെന്ന്. അതിനുശേഷം പരസ്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മാപ്പ് പറയാൻ ആര് തയ്യാറാകണം? ബാങ്ക് അധികാരികൾ. എങ്കിൽ മാത്രമേ സമരം എന്തെങ്കിലും പറഞ്ഞോ ബാങ്കുകാർ? അവരത് ആലോചിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നേരത്തെ രാവിലെ അവരത് വലിയ പ്രശ്നം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പം ഈ സമരത്തിന്റെ സമരം ശക്തമായതോടുകൂടി അതിൽ നിന്ന് അവർ പുനരാലോചന നടത്തിയിട്ടുണ്ട്. മാപ്പ് പറയുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. അവർ അകത്തേക്ക് കയറാൻ വേണ്ടി ഞാൻ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ അകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കട്ടെ. തീർച്ചയായും സിനോജ്, ഇപ്പോൾ നമുക്ക് 3 പ്രതിനിധികൾ അവിടെയുണ്ട്. സാനിയോ മനോമി, ദീപക് മലേമ, സിനോജ് തോമസ്, 3 പേരും ആ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയാണ്. വലിയ രൂപത്തിൽ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് ശാഖയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധം ഇരച്ചെത്തുകയാണ്. ആദ്യം ഡിവൈഎഫ്ഐ എത്തി, പിന്നാലെ യൂത്ത് കോൺഗ്രസ് എത്തി, പിന്നാലെ യൂത്ത് ലീഗ് എത്തി. ഇപ്പോൾ AIYF അവിടേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേ സമയത്ത് അപ്പുറത്ത് സർക്കാരിൻ്റെ യോഗം, മുഖ്യമന്ത്രി വിളിച്ച ബാങ്കേഴ്സ് യോഗം തുടങ്ങുകയാണ് എന്നുള്ള വിവരം ലഭിക്കുകയാണ്. ബാങ്കുകൾ